നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. സ്കൂൾ അധ്യയന വർഷാരംഭത്തിൽ കൂത്താട്ടുകുളം ഖാദി സൗഭാഗ്യ ഷോറൂമിൽ 30% റിബേറ്റ് മേള തുടങ്ങി. മെയ് 30 മുതൽ ജൂൺ 5 വരെയാണ് റിബേറ്റ് മേള നടക്കുന്നത്. കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് റിബേറ്റ് മേള ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞു. കേരള സംസ്ഥാന ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് ആദ്യ വിൽപ്പന നടത്തി. ഏലിയാസ് എൻ കെ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ, ഫെബിഷ് ജോർജ്, ബിജോ പൌലോസ്, എം അശോകൻ, എൻ കെ വിജയൻ, പി സി ഭാസ്കരൻ, ജോമോൻ കുര്യാക്കോസ്, കെ ആർ സോമൻ എന്നിവർ പങ്കെടുത്തു. മാനേജർ ശ്രീമതി ലിജി തോമസ് കൃതജ്ഞത പറഞ്ഞു. വിജയിക്കും എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഖാദി ബോർഡിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇതിന്റെ ആവശ്യം ഉന്നയിച്ച് ബഹളം ഉണ്ടാക്കി. ബഹുമാനായ നമ്മുടെ ജില്ലാക്കാരൻ കൂടിയായ മന്ത്രി ശ്രീ പി രാജീവ് കൂത്താട്ടുകുളത്തിൽ തുടങ്ങണം എന്നുള്ള എൻ്റെ ആവശ്യത്തിന് നന്നായി സഹകരിക്കുക കൂടെ ചെയ്തപ്പോൾ നമുക്കിത് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലത്ത് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ചു. കൂത്താട്ടുകുളം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും ഖാദിധാരികൾ അല്പം കുറവുള്ള സ്ഥലമായതുകൊണ്ട് ഇത് വിജയിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാവരും വസ്ത്രം വെള്ള ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കഴിയുമെങ്കിൽ ഖാദി തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെ ഇത് വമ്പിച്ച വിജയമായിരിക്കുന്നു. അതിലേക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സമീപ പ്രദേശങ്ങളുള്ള കൂത്താട്ടുകുളം എറണാകുളം ജില്ലയിൽ ആകെ 5 എണ്ണമുണ്ട്. ഒന്ന് പറവൂര്, ഒന്ന് കാക്കനാട്, ഒന്ന് എറണാകുളം, ഒന്ന് പെരുമ്പാവൂര്, ഒന്ന് കൂത്താട്ടുകുളം. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഖാദി എന്ന് കാണുന്നുണ്ടെങ്കിലും കള്ളഖാദിയാണ്. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വന്നില്ലെങ്കിലും വലിയ ഗംഭീര പരിപാടിയാക്കി നമുക്കത് മാറ്റി നടത്താൻ കഴിഞ്ഞു. ഉദ്ഘാടന പരിപാടി നടത്താൻ കഴിഞ്ഞു. വലിയ പ്രചണ്ഡമായ പ്രചാരണം അതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താനായിട്ടായി. അങ്ങനെ ഖാദിയുടെ നേരിട്ടുള്ള ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ തുറന്നു എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ മുഴുവൻ അറിയാനിടയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതിനുണ്ടായിട്ടുള്ള വളർച്ച ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കച്ചവടത്തിൽ വരുന്ന വർധനവാണ്. കച്ചവടത്തിൽ വന്നിട്ടുള്ള വർധനവ് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തിയപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലം നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതേ ബോർഡിനെ തന്നെ ഗവൺമെൻറ് വീണ്ടും നിയമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. പക്ഷെ ഖാദി ബോർഡിൻ്റെ ഇപ്പം ചന്ദ്രചേട്ടൻ ഖാദി ബോർഡിൻ്റെ മെമ്പറായതിനു ശേഷം നമ്മുടെ ഈ കൂത്താട്ടുകുളവുമായി ബന്ധപ്പെട്ടിട്ട് കൂത്താട്ടുകുളത്തിൻ്റെ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കോടാനുകോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ ആ ലോണുകൾ കൊടുക്കുമ്പോൾ ലോൺ ഇപ്പോൾ ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ലോൺ കിട്ടും. പക്ഷെ ഈ ലോണിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത % സബ്സിഡിയാണ്. ആ സബ്സിഡി ലഭ്യമാകുന്ന രൂപത്തിലുള്ള ലോൺ ധാരാളം നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒട്ടനവധി ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഖാദിയുടെ ഒരു സ്ഥാപനം ഇവിടെ വരികയും ചന്ദ്രചേട്ടൻ ഇതിൻ്റെ മെമ്പറായി മാറുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ നാടിനുണ്ടായിട്ടുള്ള പ്രയോജനം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യം. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.